ഇസ്ലാം അറിയും തോറും അനുഭൂതിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. ഇല്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന്, അവൻ്റെ കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാധുര്യം നുകർന്നുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കും ഇവിടെ കൂടിയിട്ടുള്ള ഓരോരുത്തർക്കും അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ അത്ഭുതമാണ്. ഒരാളിനി നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതിലെ ഓരോ അക്ഷരങ്ങളും, ഓരോ വാക്കുകളും, ഓരോ ഖണ്ഡികകളും, ഓരോ സൂറത്തുകളും അത്ഭുതമാണ്, അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നത്. മൊത്തത്തിൽ പരിശുദ്ധ ഖുർആൻ ഒരു അത്ഭുതമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധമില്ലാതെ മാറി നിൽക്കുകയല്ല, അനുഭവിക്കുക. ഒരു മനുഷ്യൻ്റെ അനുഭവം പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്, നമ്മുടെ അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങളിൽ പലർക്കും അനുഭവങ്ങളുണ്ടാകാം. പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന അനുഭവം ഉണ്ടാകാം ചില സന്ദർഭങ്ങളിലെങ്കിലും. അത്ഭുതമാണ് പറയുമ്പോൾ വളരെ നിസ്സാരമായൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. പക്ഷേ പരിശുദ്ധ ഖുർആൻ അങ്ങനെയാണ്. പരിശുദ്ധ ഖുർആനോട് നമ്മുടെ ബന്ധം നമ്മൾ പുലർത്തുകയാണെങ്കിൽ അങ്ങനെ തിരിച്ചിങ്ങോട്ടേക്ക് പരിശുദ്ധ ഖുർആൻ ഒരു ബന്ധം പുലർത്തുമെന്ന്. സൗദി അറേബ്യയിലെ നമ്മുടെ ഒരു ദഅവ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു സഹോദരൻ, അദ്ദേഹം ദഅവത്തിന് വേണ്ടി ഇൻ്റർനെറ്റിലെ പല സൈറ്റുകളും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അബദ്ധവശാൽ അദ്ദേഹത്തിന് ചില പോപ്പപ്പുകളിലൂടെ, ചില പരസ്യങ്ങളിലൂടെ കാണാൻ പാടില്ലാത്ത ചില കാഴ്ചകൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. നമുക്കറിയാം, ഒരാളും തെറ്റ് ചെയ്യണമെന്ന് മനഃപൂർവ്വം കരുതിക്കൊണ്ട് ആരും തെറ്റ് ചെയ്യാൻ പോവില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിലൂടെ വെറുതെ ഒന്ന് എത്തി നോക്കാൻ കരുതിയിട്ടായിരിക്കും പല ആളുകളും പല തെറ്റുകളിലേക്കും പോകാറുള്ളത്. ഈ മനുഷ്യൻ്റെ നഫ്സുൽ അമ്മാറ ബിസ്സു, അതായത് തിന്മ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒന്ന് പോയി നോക്കിക്കൂടെ, എന്താണ് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കൂടെ എന്ന് പറഞ്ഞു. അദ്ദേഹം വെറുതെ പോയി
പോയി അദ്ദേഹം പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് പോയി. ചുരുക്കി പറഞ്ഞാൽ ഹറാമായ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വളരെ വലിയ പാപമായ ആ കാഴ്ച അദ്ദേഹം ഇൻ്റർനെറ്റിലൂടെ കാണാനിടയായി. നഊദു ബില്ലാ. കണ്ടു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നഫ്സുൽ ലവ്വാമ, നമ്മുടെയൊക്കെ ശരീരത്തിലുള്ളതാണ്, കുറ്റം പറയുന്ന, നമ്മെ ആക്ഷേപിക്കുന്ന ഒരു മനസ്സ്, എന്തിനാണത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് അദ്ദേഹത്തെ തിരുത്താൻ തുടങ്ങി. നഫ്സുൽ ലവാമ ഉള്ളവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ തെറ്റുകളിൽ നിന്ന്. അല്ലാത്തവർ സയ്യന ലഹുമു ശൈത്വാനു അഅമാലഹും, പിശാച് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അവർക്ക് അലങ്കൃതമാക്കി കൊടുക്കും. ഖിയാമത്ത് നാൾ വരെയും അവർ എത്ര ഖുതുബയും എത്ര പ്രസംഗവും എത്ര ഖുർആൻ വായിച്ചാലും അവർ നന്നാവൂല. അവർക്ക് പിശാച് ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നന്നാക്കി കാണിച്ചു കൊടുക്കുകയാണ് സാധാരണ ചെയ്യുക. പക്ഷേ നഫ്സുൽ ലവ്വാമ അവശേഷിച്ചിട്ടുള്ള ഒരു ശരീരത്തിൽ നിന്ന് അതിങ്ങനെ പുറത്തേക്ക് വരും. ഇദ്ദേഹത്തിന് ഖേദമായി, കുറ്റബോധമല്ല ഖേദമായി. അതെന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയും. എനിക്ക് മടങ്ങണം എൻ്റെ റബ്ബിലേക്ക് എന്നുള്ളതിൽ അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിക്കും. എന്തായാലും അദ്ദേഹത്തിന് ഖേദമായി, ഞാൻ ചെയ്തത് വലിയ ഒരു പാതകമാണ്, അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടാത്ത, അള്ളാഹുവിന് ഗീറ ഉള്ള, അള്ളാഹുവിന് എന്നോട് ദേഷ്യം വരാൻ സാധ്യതയുള്ള ഒരു പ്രവർത്തനമാണ് ചെയ്തത്. അദ്ദേഹം അന്ന് തഹജ്ജുദിന് എഴുന്നേൽക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ അലാറം സെറ്റ് ചെയ്തു. 4 മണിക്കോ 3 മണിക്കോ അലാറം സെറ്റ് ചെയ്തിട്ട് അദ്ദേഹം കിടന്നുറങ്ങുകയാണ്. എന്നിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്ത് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഈ തെറ്റിൽ നിന്ന് മടങ്ങണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ നഫ്സുൽ ലവ്വാമ സമ്മതിക്കുന്നില്ല. കിടന്നതിന് ശേഷം നഫ്സുൽ ലവ്വാമ പറയാണ്, വല്ലാഹി അള്ളാഹു നിന്നെ എഴുന്നേൽപ്പിക്കൂല, 4 മണിക്കും 3 മണിക്കും നിനക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല. കാരണം നീ അള്ളാഹുവിനെ ധിക്കരിച്ചവനാണ്, നിനക്ക് കഴിയില്ല. നിന്നെ അള്ളാഹു തആല ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കില്ല. നീ ഒരു പക്ഷേ സുബഹും കഴിഞ്ഞിട്ടായിരിക്കും എഴുന്നേൽക്കുക. ഈ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വേട്ടയാടാൻ തുടങ്ങി. കഴിയില്ല, നിന്നെ എഴുന്നേൽപ്പിക്കില്ല, അള്ളാഹു നിന്നെ എഴുന്നേൽപ്പിക്കില്ല എന്ന ചിന്ത വന്നു അദ്ദേഹം ഉറങ്ങിയില്ല, എഴുന്നേറ്റു. അപ്പോൾ എഴുന്നേറ്റ് നമസ്കരിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ചെയ്ത തെറ്റിൽ നിന്ന് തൗബ ചെയ്ത് കരഞ്ഞ് അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ച് കുറേ നേരം നമസ്കരിച്ച് കിടന്നുറങ്ങി. സുബഹിന് അദ്ദേഹം ഒരു പള്ളിയിലേക്ക് പോയി. അങ്ങനെ ആ പള്ളിയിലേക്ക് പോയപ്പോൾ അപ്പോഴും നഫ്സുൽ ലവ്വാമ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടന്ന് കളിക്കുകയാണ്. നിൻ്റെ തൗബ അല്ലാഹു തആല സ്വീകരിക്കില്ല. എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് അല്ലാഹു തആല നിനക്ക് നൽകിയിട്ടുള്ളത്, എന്നിട്ട് നീ എങ്ങനെയാണ് തെറ്റുകൾ ചെയ്യുന്നത്? എന്ത് കാരണത്താലാണ് നീ ആ സൈറ്റ് പോയി കാണാൻ പോയത്? എത്രമാത്രം ആളുകളെ നീ ഉപദേശിക്കാൻ പോയിട്ടുണ്ട്, ആളുകളെ പ്രബോധനം ചെയ്യാൻ പോയിട്ടുണ്ട്, എത്രമാത്രം ഉപദേശങ്ങൾ നീ കേട്ടിട്ടുണ്ട്. നിൻ്റെ തൗബ അല്ലാഹു തആല സ്വീകരിക്കില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നഫ്സുൽ ലവ്വാമ ഇങ്ങനെ പറയാൻ തുടങ്ങി. സുബഹ് നമസ്കരിച്ച് പുറത്തിറങ്ങിയപ്പോൾ മുനിസിപ്പാലിറ്റി ജീവനക്കാരൻ അവിടെ അടിച്ചു വാരുന്നത് കണ്ടു. അപ്പോൾ സാധാരണഗതിയിൽ തൗബ സ്വീകരിക്കാനുള്ള ഒരടയാളമായിട്ട് സ്വഹാബികളൊക്കെ ചെയ്യാറുള്ളതാണ് സ്വതക്ക നൽകുക എന്നുള്ളത്. അടുത്ത ക്ലാസ്സിൽ അത് പറയും വിശദമായിട്ട് ഇൻഷാ അല്ലാഹ്. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന പൈസ എടുത്ത് ആ മുനിസിപ്പാലിറ്റി ജീവനക്കാരന് കൊടുത്തിട്ട് അദ്ദേഹം തിരിച്ചു പോവുകയാണ്. അപ്പോഴും നഫ്സുൽ ലവ്വാമ, നിൻ്റെ സ്വതക്ക അള്ളാഹു സ്വീകരിക്കുകയോ? നീ ഇങ്ങനെയൊക്കെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ, അതിങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തേട്ടി വരാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം കാറ് തുറന്ന് കാറ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ FM ഓൺ ചെയ്ത് വെച്ചിട്ടുള്ള ആളുകൾക്കറിയാം, ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എന്താണോ ഏത് സ്റ്റേഷനിലാണോ നിർത്തിയിരുന്നത് ആ സ്റ്റേഷനിൽ നിന്ന് അടുത്തത് പരിപാടി കേൾക്കും. അദ്ദേഹം ഇദാഅത്തുൽ ഖുർആനിൽ കരീമാണ് അദ്ദേഹം ഓൺ ചെയ്ത് വെച്ചിരുന്നത് വണ്ടി ഓഫ് ചെയ്യുമ്പോൾ, അതായത് ഖുർആൻ FM. ഇത് ഓൺ ചെയ്ത വഴിക്ക് ഖുർആൻ FM ഓണായി. ഖുർആൻ FMൽ നിന്ന് അദ്ദേഹം കേൾക്കുന്നത് അള്ളാഹു അദ്ദേഹത്തോട് സംസാരിക്കുന്നതാണ്. എന്താണ് അദ്ദേഹം കേട്ടത്? റിയലി സത്യത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹു അദ്ദേഹത്തിനോട് നേരിട്ട് സംസാരിക്കുന്നതാണ്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞു, ഓരോ മനുഷ്യനോടും അള്ളാഹു തആല, ഈ സദസ്സിലിരിക്കുന്ന അല്ലെങ്കിൽ ഈ വാക്കുകൾ കേൾക്കുന്ന ഏത് മനുഷ്യനോടും അള്ളാഹുവിൻ്റെ സംസാരമാണ് ഈ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല അടക്കിയിട്ടുള്ളത്. എല്ലാ മനുഷ്യരോടും ഇതിലുള്ള ഒരക്ഷരവും എനിക്ക് വേണ്ടാത്തതില്ല, നിങ്ങൾക്ക് വേണ്ടാത്തതില്ല.
ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്കത് ബോധ്യപ്പെടൽ ഏതെങ്കിലും ഒരു മേഖലയിൽ വെച്ചിട്ടായിരിക്കും. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ നാനാ തുറകളിലും ഇതിലെ ഓരോ അക്ഷരങ്ങളും ഞാൻ വാക്കുകൾ എന്ന് പറയുന്നില്ല, ഓരോ അക്ഷരങ്ങളും അക്ഷരാർത്ഥത്തിൽ നമുക്ക് വേണ്ടതാണ്. അദ്ദേഹം എന്താണ് കേട്ടത്? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന പേടി എന്താണ്? ഒരു വലിയ തെറ്റ് ചെയ്തിട്ട് അദ്ദേഹം അതിൽ നിന്ന് ഖേദിച്ച് മടങ്ങി. പക്ഷേ ഖേദം അല്ലാഹു തആല ആ തൗബ സ്വീകരിച്ചോ എന്ന് അദ്ദേഹത്തിന് സംശയം. അദ്ദേഹം സ്വതക്ക കൊടുത്ത് തൗബ സ്വീകരിക്കാനുള്ള ഒരു ഉപാധിയായിക്കൊണ്ട് സ്വതക്ക കൊടുത്തു. അതും അല്ലാഹു തആല സ്വീകരിക്കില്ല, കാരണം നീ അല്ലാഹുവിനെ ധിക്കരിച്ചു എന്ന വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് കേൾക്കുന്നത്. അതിനുള്ള മറുപടി അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ, ആ ഇദാഅത്തുൽ ഖുർആനിൽ കരീമിലൂടെ 21 വർഷത്തെ പ്രോഗ്രാമുകളാണ് ഈ മനുഷ്യന്മാർ ചാർട്ട് ചെയ്യുക. ഒരു റേഡിയോ സ്റ്റേഷനിൽ 1 വർഷത്തെ പ്രോഗ്രാമുകൾ. എങ്ങനെയാണ് അദ്ദേഹം സുബ്ഹ് നമസ്കരിച്ചത് സ്റ്റാർട്ട് ചെയ്ത ഉടനെ ഈ ആയത്ത് എങ്ങനെ വന്നു? ഏതാണ് ആയത്ത്? അല്ലാഹു തആല സൂറത്തു തൗബയിലെ 104-ാമത്തെ ആയത്തിലൂടെ പറയാണ്, അലം യഅലമു, മനുഷ്യന്മാർ തിരിച്ചറിയുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ? എന്ത്? അന്നല്ലാഹ ഹുവ യഖ്ബലു തൗബ, അല്ലാഹു തആല അവനാകുന്നു തൗബ സ്വീകരിക്കുന്നവൻ എന്ന് തിരിച്ചറിയുന്നില്ലേ? പിന്നെ അൻ ഇബാദിഹി, തൻ്റെ അടിമകളിൽ നിന്ന് തൗബ സ്വീകരിക്കുന്നവൻ ആരാണ്? അല്ലാഹു ആണെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ലേ? പിന്നെ വയഖുദു സ്വദഖാത്ത്, സ്വതക്കകൾ സ്വീകരിക്കുകയും ചെയ്യുക. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്താ ഉള്ളത്? തൗബ സ്വീകരിക്കുകയും സ്വതക്കകൾ സ്വീകരിക്കുകയും ചെയ്യുന്നവൻ അല്ലാഹു ആണ് എന്ന് ഇവരറിഞ്ഞിട്ടില്ലേ എന്ന് മനസ്സ് ശാന്തമാവുകയാണ്. എന്നിട്ട് വഅന്നല്ലാഹ ഹുവത് തവ്വാബുർ റഹീം, അല്ലാഹു തആല വളരെയധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും വളരെയധികം കാരുണ്യം ചെയ്യുന്നവനുമാണ് എന്നവരറിഞ്ഞിട്ടില്ലേ എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. ഇതാ നിസ്സാരനായ ഒരു മനുഷ്യനുണ്ടായ അനുഭവമാണ് എങ്കിൽ നമ്മിൽ ഓരോരുത്തർക്കും ഇതുപോലെ, ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് വളരെ നിസ്സാരമായൊരു ഉദാഹരണമാണ്. പരിശുദ്ധ ഖുർആനോട് നാം കാണിക്കുന്ന ബന്ധം തിരിച്ച് നമ്മോടത് കാണിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്, 100% ഉറപ്പാണ്. നാം അങ്ങോട്ടേക്ക് കാണിക്കുകയാണെങ്കിൽ അത്ഭുതമാണ് പരിശുദ്ധ ഖുർആൻ. തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതിന് രണ്ടാമത്തെ അത്ഭുതം, ഒന്ന് പരിശുദ്ധ ഖുർആൻ. രണ്ടാമത്തെ അത്ഭുതം നമ്മുടെ ശരീരത്തിൽ ഉള്ള ഒരവയവമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അത് നാം പറഞ്ഞിരുന്നു. പരിശുദ്ധ ഖുർആൻ ഇറങ്ങേണ്ട സ്ഥലവും അതാണ്. അതിലേക്കേ അല്ലാഹു തആല നോക്കൂ. ഇവിടെ ഇരിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഇല്ലേ? ഞാൻ ഇവിടെ ഇരുന്ന് പ്രസംഗിക്കുന്നുണ്ട്. അല്ലാഹു തആല അർശിന്മേൽ നിന്ന് എന്നെ നോക്കുക, നിങ്ങളെ നോക്കുക. എവിടേക്കാണ്? ആ സാധനമാണ് അത്ഭുതം, ഹൃദയം. അത്ഭുതമാണ് ഹൃദയം. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും ഹൃദയത്തിന്. അത് തിരിച്ചറിയേണ്ടതാണ്. പരിശുദ്ധ ഇസ്ലാം മനുഷ്യൻ്റെ ഹൃദയത്തിനോടാണ് സംസാരിക്കുന്നത്. ഹൃദയത്തിലുള്ള മാറ്റങ്ങൾക്കേ പരിശുദ്ധ ഖുർആനിൽ വിധിയുള്ളൂ, കൽപ്പനയുള്ളൂ. അല്ലെങ്കിൽ മുനാഫിക്കുകളും മുഅ്മിനുകളും തമ്മിലുള്ള വ്യത്യാസം എന്താ? അവരും നമസ്കരിക്കുന്നു, അവരും പല കാര്യങ്ങൾ ചെയ്യുന്നു, അവരും നോമ്പ് നോൽക്കുന്നു. മുനാഫിക്കും മുഅ്മിനും തമ്മിലുള്ള വ്യത്യാസം എന്താ? പുറമേ ഒന്നുമില്ല, അകമയാണ് വ്യത്യാസം, ഹൃദയത്തിലാണ് വ്യത്യാസം. അതുകൊണ്ട് ഇസ്ലാം ഫോക്കസ് ചെയ്യുന്നത് ഹൃദയത്തിലേക്കാണ്. നമ്മുടെ അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സംഗതി, ഒരു കാര്യം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ വിശ്വാസിയായിരുന്നില്ല, കുറേ നാളുകളോളം വിശ്വാസിനിയായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പലപ്പോഴും ചീത്ത പറയാറുണ്ട്. വളരെയധികം മനപ്രയാസത്തോടും മനോവ്യതയോടും കൂടിയിട്ടാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങാറ്. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് ഈ സംഭവം ഉള്ളത്. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറയണം, റസൂലേ, എൻ്റെ ഉമ്മ മുഅ്മിനത്തല്ല, അങ്ങൊന്ന് പ്രാർത്ഥിക്കണം എൻ്റെ ഉമ്മ ഹിദായത്ത് കിട്ടാൻ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇഹ്ദി ഉമ്മ അബീ ഹുറൈറ. അല്ലാഹുവേ, അബൂ ഹുറൈറയുടെ ഉമ്മയെ നീ ഹിദായത്തിലേക്ക് ആക്കണമേ. അദ്ദേഹം പറയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു ചെന്നു. അങ്ങനെ വാതിൽ മുട്ടിയപ്പോൾ എന്നോട് പറഞ്ഞു, അവിടെ തന്നെ നിൽക്ക്, പുറത്തേക്ക് വരല്ലേ എന്ന് പറഞ്ഞു. പിന്നെ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ വാതിൽ തുറന്നപ്പോൾ ഉമ്മ കുളിച്ച് ഒരുങ്ങി നല്ല വസ്ത്രമിട്ട് ഹിമാറൊക്കെ ധരിച്ച് എന്നോട് ആദ്യമായിട്ട് വന്ന് പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന്. നമുക്കൊരു പക്ഷേ ഇതിൽ അത്ഭുതം തോന്നില്ല, കാരണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്, അതുകൊണ്ടാണ് സ്വീകരിച്ചത് എന്ന്. രണ്ടാമത്തെ ഒരു സംഭവം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു വെള്ളിയാഴ്ച ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് കയറി വന്നു. എന്നിട്ട് ഉച്ചത്തിൽ പറഞ്ഞു, റസൂലേ, കൃഷി മുഴുവൻ നശിച്ചു, വറ്റി വരണ്ടു പോയി, അകിടുകൾ മുഴുവൻ അതാ ഉൾവലിഞ്ഞു, മക്കൾ ഒക്കെ പ്രയാസത്തിലാണ് റസൂലെ, വെള്ളമില്ല. റസൂലെ, അങ്ങൊന്ന് പ്രാർത്ഥിക്കണം. എന്തിന്? മഴ പെയ്യിപ്പിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇരു കൈകളും മേലേക്ക് ഉയർത്തി 3 പ്രാവശ്യം അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുമ്മ അഗിസ്ന എന്ന് പറഞ്ഞു. അനസ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, പുറത്തേക്ക് നോക്കുമ്പോൾ ഒരടയാളവുമില്ല, വളരെ കണ്ണാടി പോലത്തെ ആകാശം, ഒരു കാർമേഘത്തിൻ്റെ ഒരടയാളവുമില്ലാത്ത ആ സ്ഥലം, ആ ആകാശം ഉടനെ തന്നെ മേഘാവൃതമായി. ശക്തമായ രൂപത്തിൽ മഴ പെയ്യാൻ തുടങ്ങി. 6 ദിവസം നീണ്ടു നിന്നു മഴ 6 ദിവസം. 6 ദിവസം നീണ്ടു നിന്നു എന്നല്ല, 6 ദിവസം ഞങ്ങൾ സൂര്യനെ കണ്ടിട്ടേ ഇല്ല. ഇതിലും ചിലപ്പോൾ നമുക്ക് അത്ഭുതം ഉണ്ടാവില്ല, കാരണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമാണ് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് നബിമാരെ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒരു നബിയുടെ ചരിത്രം, നൂഹ് അലൈഹിസ്സലാമിനെ കുറിച്ച്, നൂഹ് അലൈഹിസ്സലാമിയുടെ ഒരു ചെറിയ ചരിത്രം സൂറത്തുൽ ഖമറിൽ അല്ലാഹു തആല പറയാണ്, കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹിൻ ഫകദ്ദബു അബ്ദനാ വഖാലു മജ്നൂനുൻ വസ്ദുജിർ. എൻ്റെ അടിമയായ നൂഹിനെ അവർ നിഷേധിച്ച് തള്ളിക്കളഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു മജ്നൂനുൻ, ഭ്രാന്തൻ എന്ന് പറഞ്ഞിട്ട് അവർ തട്ടി മാറ്റാൻ തുടങ്ങി. ആരെ? നൂഹിനെ. അപ്പോൾ നൂഹ് അലൈഹിസ്സലാം ഫദഅ റബ്ബഹ്, തൻ്റെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. 3 വാക്ക്, അന്നീ മഗ്ലൂബുൻ ഫൻതസിർ, 3 വാക്ക്. അന്നീ, റബ്ബേ ഞാൻ, മഗ്ലൂബുൻ, പരാജിതനാണ്, എന്നെ ജനങ്ങൾ ആക്രമിക്കുകയാണ്, ഫൻതസിർ, എന്നെ നീ സഹായിക്കണമേ. എന്താ സംഭവിച്ചത്? ഫഫതഹ്നാ അബ്വാബസ്സമാ ബിമാഇൻ മുൻഹമിർ, കുത്തിച്ചൊരിയുന്ന വെള്ളവുമായി ആകാശത്തിൻ്റെ കവാടങ്ങൾ നാം അങ്ങ് തുറന്നു. എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാമല്ലേ, അറിഞ്ഞിട്ടില്ലേ നമ്മൾ നൂഹ് അലൈഹിസ്സലാമയുടെ കഥ? അതും ഒരു പക്ഷേ നമ്മെ അത്ഭുതപ്പെടുത്തില്ല, കാരണം അതും ഒരു പ്രവാചകനാണ്, ആദ്യത്തെ റസൂലാണ് എന്നായിരിക്കും നമുക്ക് തോന്നുക. ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം. അതായത് എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്ത് പറ്റി? നമ്മളും ജീവിതത്തിൽ കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, കുറേ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ആ പ്രാർത്ഥനയുടെ സ്റ്റാറ്റസ്? എവിടെയാണ് ആ പ്രാർത്ഥന എത്തി നിൽക്കുന്നത്? ഒന്ന് ഓരോരുത്തരൊന്ന് ചിന്തിച്ച് നോക്കുക. ഉത്തരം കിട്ടിയതുണ്ടാകാം, കിട്ടാത്തതുണ്ടാകാം. എന്താണ് അവയുടെ അവസ്ഥ, എവിടെയാണ് കിടക്കണതെന്ന് പല ആളുകൾക്കും അറിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് ഉത്തരം കിട്ടുമോ എന്നുള്ളതല്ല എൻ്റെ വിഷയം. ഉത്തരം കിട്ടുമോ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമോ എന്നുള്ളതല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം പ്രാർത്ഥനയാണ്.
ഹമ്മുദ്ദുആ ആണ് എൻ്റെത്. പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ഉത്തരം കിട്ടുമെന്നുള്ളതല്ല എൻ്റെ വിഷയം, എങ്ങനെ പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയാണ് പ്രശ്നം. നമ്മുടെ പ്രാർത്ഥന എന്ന് ശരിയാവുന്നോ വല്ലാഹി അന്ന് നമുക്ക് ഉത്തരം നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണും. ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും കാണാൻ കഴിയും. കാരണം അത് അള്ളാഹുവിൻ്റെ വാക്കാണ്, ഞാൻ നൽകുന്ന ഒരു വാക്കല്ല, അള്ളാഹു നൽകിയ വാക്കാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ എവിടെയൊക്കെയോ മിസ്റ്റേക്കുകളുണ്ട്. അതെന്താന്ന് നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് ഇവിടെ പറയും. അതെന്താന്ന് നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടത്. ഒന്നാമത്തേത്, ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയേണ്ടായി, പരിശുദ്ധ ഖുർആനാണ് നമ്മുടെ വഴികാട്ടി. പരിശുദ്ധ ഖുർആൻ ഈ മനുഷ്യർക്ക് വേണ്ട എല്ലാ സംഗതികളും ഈ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഒന്നും ഇതിനകത്ത് വിട്ടിട്ടില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോരോ മേഖലകളിലും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. വല്ലാഹി ഇതിനകത്തുണ്ട്. അല്ലാഹു തആല നമ്മുടെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റുകൾ എങ്ങനെ ആയിരിക്കണമെന്ന് അല്ലാഹു തആല തുടങ്ങുകയാണ് ഒരു ഉപമ പറഞ്ഞുകൊണ്ട്. ഓരോ മനുഷ്യനും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണമാണ്. ഇനി ഓരോരുത്തരും ശ്രദ്ധിച്ചിട്ടോ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ കലാമുകളാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ദുരിബ മസൽ, ഒരു ഉദാഹരണം ഉദാഹരിക്കപ്പെട്ടിരിക്കുന്നു. ഫസ്തമിഊ ലഹു, അത് ശ്രദ്ധിച്ച് കേട്ടോ, കാത് കൂർപ്പിച്ച് അത് കേട്ടോ, എന്താണ് ആ പറഞ്ഞത് എന്ന്. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ. നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഒരു പിക്ചർ വന്നിട്ടുണ്ടാവും. എന്താണ് അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ? ഇപ്പോൾ ഒരു പിക്ചർ വന്നിട്ടുണ്ടാവില്ലേ? എന്താ വന്നത്? കുറേ വിഗ്രഹങ്ങൾ, കുറേ മരിച്ചുപോയ മഹാത്മാക്കൾ അല്ലേ? മിൻ ദൂനില്ല എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. മിൻ ദൂനില്ല എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹുവിന് കീഴെ ഉള്ള എല്ലാതും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അർശാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ സൃഷ്ടി. ആ അർശിന്മേലാണ് അള്ളാഹു ഉപവിഷ്ടനായിട്ടുള്ളത് സുബ്ഹാനഹു. അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അങ്ങനെ വിശ്വസിക്കുന്നവൻ അള്ളാഹുവിൽ അവൻ്റെ വിശ്വാസം പരിപൂർണമല്ല. ഏറ്റവും മുകളിലാണ് അല്ലാഹു തആല. അള്ളാഹുവിന് അർശിന് പുറമെ അർശിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു സൃഷ്ടിയേ ഇല്ല. അള്ളാഹു സിംഹാസനത്തിൽ അർശിൽ ഉപവിഷ്ടനാണ്, അതിൻ്റെ അപ്പുറത്തേക്കില്ല. എല്ലാവരും ആ അർശിന് കീഴെയാണ്, ആ അള്ളാഹുവിന് കീഴെയാണ്. മിൻ ദൂനില്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള അള്ളാഹുവിൻ്റെ സർവ്വ സൃഷ്ടികളും അർശ് അടക്കം പെടും അതിൽ. മിൻ ദൂനില്ല. ഇനി അയാൾ പെടോ, ഇയാൾ പെടോ, ഇന്നാൾ പെടോ ചോദിക്കേണ്ട ആവശ്യമില്ല. മിൻ ദൂനില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത എല്ലാവരും പെട്ടു. അതിൽ ഹമലത്തുൽ അർശ് പെട്ടു, അർശിനെ വഹിക്കുന്ന മലക്കുകൾ പെട്ടു, ജിബ്രീൽ അലൈഹിസ്സലാം പെട്ടു, മീകായിൽ, എല്ലാ മലക്കുകളും, മുഖറബീങ്ങളായ മലക്കുകൾ, അമ്പിയാക്കൾ, റുസുലുകൾ, മനുഷ്യന്മാർ, ഔലിയാക്കൾ, എല്ലാവരും, എല്ലാ ആളുകളും, ജിന്നുകളാകട്ടെ മനുഷ്യരാകട്ടെ എല്ലാവരും അതിനകത്ത്, മൃഗങ്ങളാകട്ടെ പക്ഷികളാവട്ടെ ഒക്കെ മിൻ ദൂനില്ല, അള്ളാഹുവിന് കീഴെയുള്ളവരാണ്. അങ്ങനെ അള്ളാഹുവിന് കീഴെയുള്ള ആളുകളെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ആ ആളുകൾ ലൈ യഖ്ലുഖു ദുബാബ, ലൈ യഖ്ലുഖു ദുബാബ, ഒരു ഈച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല എന്നല്ല, സൃഷ്ടിക്കുകയില്ല. ഒരു ഈച്ച നോക്ക്, ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ, ഹമലത്തുൽ അർശ്, മുഖറബീങ്ങളായ മലക്കുകൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, സിദ്ദീഖീങ്ങൾ, അങ്ങനെ താഴേക്ക് പോയി നോക്ക്. ആരാണ് ഒരു ഈച്ചയെ സൃഷ്ടിച്ചിട്ടുള്ളത്? ഉണ്ടോ? ഇല്ല. ലൻ യഖ്ലുഖു ദുബാബ, ഒരു ഈച്ചയെ പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല, സൃഷ്ടിക്കുകയില്ല. വലൗ ഇജ്തമഉ ലഹു, ആ അള്ളാഹുവിന് പുറമേയുള്ള എല്ലാവരും ഒരുമിച്ച് കൂട്ടിയാൽ പോലും, ഒരുമിച്ച് കൂടിയിരുന്നതെന്ന് കരുതുക.
നമ്മൾ വെറും വിഗ്രഹങ്ങളെ മാത്രം അതിലേക്ക് കൂട്ടണ്ട. എല്ലാവരും ഈ ദൂനില്ല എന്ന് പറയുന്നതിലെ എല്ലാവരും അള്ളാഹുവിന് കീഴെയുള്ള എല്ലാ സർവ്വ വസ്തുക്കളും കൂടിയിരുന്നു എന്ന് കരുതുക. നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളെ കയ്യിൽ പെടുത്തിക്കോ. ജിബ്രീലിനെ, മീകായിലിനെ, ഹമലത്തുൽ അർശിനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, യാദൻ നബി, എല്ലാ നബിമാരും, എല്ലാ മുർസലുകളും, എല്ലാ അമ്പിയാക്കളും, ഔലിയാക്കളും, ശുഹദാക്കളും, സ്വാലിഹീങ്ങളും, മലക്കുകളും, ജിന്നുകളും ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ നോക്കിയാൽ കഴിയില്ല. ലൻ യഖ്ലുഖു ദുബാബ വലൗ ഇജ്തമഉ ലഹു. അവരതിനു വേണ്ടി ഒരുമിച്ച് കൂടിയിരുന്നാൽ പോലും. ഇത്ര സ്പഷ്ടമായിട്ട് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ വളരെ വെളിച്ചം പോലല്ലേ കാര്യം വ്യക്തമാക്കുന്നത്. ഏതെങ്കിലും മനുഷ്യൻ പിന്നെ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിയോ? ഇനിയോ വഇൻ യസ്ലുബുഹുമുദ്ദുബാബ്, ഈച്ച ഈ പറയുന്ന ആളുകളിൽ നിന്ന് തട്ടിയെടുക്കുകയാണ് എന്ന് കരുതുക. എന്ത്? ഷൈഅൻ. ഈച്ച എത്ര തട്ടിയെടുക്കുള്ളൂ എന്ന് നമുക്കറിയാലോ. അത് എന്തെങ്കിലും ഈച്ച ഈ ആളുകളിൽ നിന്ന് തട്ടിയെടുത്താൽ ലാ യസ്തൻകിദൂഹു, അത് തിരിച്ചു വാങ്ങാൻ ഇവർക്ക് കഴിയില്ല. ലഅഫത്താലിബു വൽ മത്ലൂബ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ അള്ളാഹുവിൻ്റെ ഈ ഉദാഹരണം. ലഅഫത്താലിബു വൽ മത്ലൂബ്, ചോദിക്കുന്നവനും ചോദിക്കപ്പെടുന്നവനും എത്രമാത്രം ദുർബലരാണ്. ക്ലിയർ അല്ലേ സംഗതി? അള്ളാഹു അല്ലാത്ത മനുഷ്യന്മാർ വിളിച്ച് പ്രാർത്ഥിക്കാൻ സാധ്യതയുള്ള എല്ലാവരും ഇതിനകത്ത് പെടും. ഒരാൾക്കും ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ കഴിയില്ല. എന്നാൽ ആരാണ് സൃഷ്ടാവ്? അള്ളാഹു തആല. വളരെ ന്യായമായ രൂപത്തിലുള്ള അള്ളാഹുവിൻ്റെ ഒരു അവതരണമാണ്, ഒരു ഉദാഹരണമാണിത്. രണ്ടാമത്തേത് അള്ളാഹു തആല പറയാണ് ദാലികുമുല്ലാഹ് റബ്ബുഹും ലഹുൽ മുൽക്ക്. ദാലികുമുല്ലാഹ്, അതാകുന്നു അള്ളാഹു, അവനാണ് അള്ളാഹു. റബ്ബുക്കും, നിങ്ങളുടെ റബ്ബാണ് അവൻ. ലഹുൽ മുൽക്ക്, എല്ലാ അധികാരവും അള്ളാഹുവിൻ്റെ കയ്യിലാണ്. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അള്ളാഹുവിന് കീഴെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ. ഒന്നാമത്തെ അവരുടെ ഡിസ്ക്വാളിഫിക്കേഷൻ പറഞ്ഞു. ഏതെങ്കിലും മനുഷ്യന്മാർ വാദിക്കോ? അല്ല, ഇന്ന ആളുകൾ സൃഷ്ടിക്കുമെന്ന് ആരെങ്കിലും വാദിക്കുന്നുണ്ടോ? ഇന്ന ആളുകൾക്ക് ഒരു ഈച്ചനെ സൃഷ്ടിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ടോ? ഇല്ല. ഖാലിഖ് അത് അള്ളാഹു തന്നെയാണ്. ആരാ പറഞ്ഞിട്ടുള്ളത്? മക്കയിലെ മുശ്രിക്കുകളടക്കം പറഞ്ഞിട്ടുള്ളതാണ് അള്ളാഹുവാണ് ഖാലിഖ് എന്ന്. രണ്ടാമത്തെ അവരുടെ ഡിസ്ക്വാളിഫിക്കേഷൻ അള്ളാഹു തആല പറയാണ്. എന്ത്? നിങ്ങൾ അള്ളാഹുവിന് കീഴെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ മാ യംലികൂന മിൻ ഖിത്മീർ, കഴിയുമെങ്കിൽ ഇന്ന് വീട്ടിൽ പോയിട്ട് ഈത്തപ്പഴം കിട്ടുകയാണെങ്കിൽ ആ ഈത്തപ്പഴം പൊളിച്ചു കഴിഞ്ഞാൽ ആ ഈത്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ മേലെ ഒരു പാടുണ്ടാവും. ആ പാട അങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക, എന്നിട്ട് അതിനെ നോക്കുക. ആ പാടയെ നോക്കുക. അള്ളാഹു തആല പറയാണ്, ആ പാട പോലും നിങ്ങൾ അള്ളാഹുവിന് കീഴെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് സ്വന്തമായിട്ടില്ല. ചിന്തിച്ചു നോക്ക്. ആർക്കാണ് എന്താണ് സ്വന്തം? ജിബ്രീലിനോ? വലിയ സൃഷ്ടികളിലേക്ക് ചിന്തിച്ചു നോക്ക്. ആർക്കാണ് സ്വന്തം? മാ യംലികൂന മിൻ ഖിത്മീർ. രണ്ടാമത്തെ ഡിസ്ക്വാളിഫിക്കേഷൻ ആയോ? പ്രാർത്ഥിക്കാൻ ആരോട് മാത്രമേ പാടുള്ളൂ? അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിച്ചിട്ട് കാര്യമുള്ളൂ. എന്തേ കാരണം? അവരെടുത്തില്ല. നിങ്ങളൊരു നാട്ടിലേക്ക് പോകുകയാണെന്ന് കരുതുക. നിങ്ങളുടെ ഒരാവശ്യം, നിങ്ങളുടെ നാട്ടിലുള്ളൊരു പള്ളി പണിയാൻ പോകുകയാണെന്ന് കരുതുക. പള്ളി പണിയാൻ വേണ്ടി, അതിൻ്റെ പിരിവിന് വേണ്ടി നിങ്ങളൊരു നാട്ടിലേക്ക് പോവുകയാണ്. ഒരു നാട്ടിലേക്ക്, ഉദാഹരണമായിട്ട് എൻ്റെ നാട്ടിലേക്ക് നിങ്ങൾ വന്നു എന്ന് കരുതുക. തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാപിനിയിലേക്ക് നിങ്ങൾ വന്നു എന്ന് കരുതുക. എന്തിനാണ്? ഒരു പള്ളി പണിയണം നിങ്ങളുടെ നാട്ടിൽ. അപ്പം നിങ്ങൾ എന്താ ചെയ്യുക? ആദ്യം വന്നിട്ട് ഇവിടുത്തെ പണക്കാരൊക്കെയാണെന്നല്ലേ ചോദിക്കുക. പൈസ തരുന്ന ആളുകളെ അല്ലേ, പൈസ ഉള്ള ആളുകളെ അല്ലേ ചിന്തിക്കുക. അവരെക്കുറിച്ചാണല്ലോ നിങ്ങൾ ചോദിക്കുകയുള്ളൂ. അതിൽ ഞാൻ തന്നെ വന്നിട്ട് നിങ്ങളോട് പറഞ്ഞെന്ന് കരുതുക. ആ ആളെ വീട്ടിൽ പോയിക്കോ, അയാളെ വീട്ടിൽ പോയിക്കോ, ആളെ വീട്ടിൽ പോകണ്ട, അയാളെ കയ്യിൽ നയാ പൈസ ഇല്ല. നിങ്ങൾ പോയിട്ട് പിന്നെ അയാളെ ഗേറ്റിൻ്റെ അവിടെ ക്യൂ നിൽക്കുമോ? ഇല്ലല്ലോ. എന്തേ കാരണം? അയാൾക്ക് നയാ പൈസ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ പോയി നിൽക്കൂലല്ലോ. അള്ളാഹു പറയുന്നു മാ യംലികൂന മിൻ ഖിത്മീർ. നിങ്ങൾക്ക് ഖിത്മീറും ആണോ വേണ്ടത്? അല്ലല്ലോ.
ഒരു ഈത്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ പാടയാണ് വേണ്ടത്. അല്ല, നിങ്ങൾക്ക് വേണ്ടത് കാറാണ്, ജോലിയാണ്, കുട്ടികളുടെ രോഗം മാറലാണ്, ഒരു ഭാര്യയാണ്, നല്ല ഭാര്യയാണ്, അങ്ങനെയാണ്, രോഗം മാറലാണ്, അങ്ങനെയാണ്, ഇതൊക്കെയാണ്. എന്നാൽ നിങ്ങൾ പോകുന്ന ആളുടെ അടുത്ത് എന്തില്ല? കിത്മീർ പോലുമില്ല. എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴക്കുരുവിൻ്റെ പാട പോലുമില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ പോയാൽ കിട്ടുക? കിട്ടില്ല, അർത്ഥശൂന്യമാണ് എന്നർത്ഥം. മൂന്നാമത്തേത്, ലഹു ദഅവത്തുൽ ഹഖ്, സത്യത്തിൽ ഒറിജിനൽ പ്രാർത്ഥന അള്ളാഹുവിനാണ്. ഒറിജിനൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനേ ഉള്ളൂ. വേറൊരാളോട് പ്രാർത്ഥിച്ചു, ശ്രീകൃഷ്ണനാകട്ടെ, ശ്രീരാമനാകട്ടെ, യേശുവാകട്ടെ, അല്ലെങ്കിൽ മനുഷ്യന്മാരെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന എന്തുമാകട്ടെ, അവർക്കൊന്നും ഒറിജിനൽ പ്രാർത്ഥന അവർക്ക് പോകൂല, കിട്ടില്ല, അവരുടെ അടുത്തേക്ക് എത്തില്ല. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി, അള്ളാഹുവിന് കീഴെയുള്ള വസ്തുക്കളെ ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ആ ആളുകൾ മൂന്നാമത്തെ ഡിസ്ക്വാളിഫിക്കേഷൻ എന്താണ്? ലാ യസ്തജീബൂന ലഹും, അവർ എന്ത് ചെയ്യില്ല? മറുപടി നൽകില്ല. അവർ മറുപടി നൽകില്ല. എന്തിന് മറുപടി നൽകില്ല? ബിശൈഇൻ, ഒന്നിനും അവർ മറുപടി നൽകില്ല, ഒന്നിനും. എന്ന് ആരാണ് ഈ പറയുന്നത്? ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച, ഈ സാധനങ്ങളെ മുഴുവൻ കാണുന്ന അള്ളാഹു ആണ് ഈ പറയുന്നത്. അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല, അവരടുത്ത് ഒന്നുമില്ല. മൂന്നാമത്തേതോ, അവർ ഉത്തരം പറയില്ല. ഉത്തരം പറഞ്ഞാലോ എന്തെങ്കിലും തരാനുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ടോട്ടലി ഡിസ്ക്വാളിഫൈഡ്. ഒരു കാരണവശാലും ഒരു നോട്ടം പോലും നോക്കാൻ പോലും പാടില്ല. അത്രയും ഡിസ്ക്വാളിഫൈഡായ ആളുകളുടെ അടുത്താണ് മനുഷ്യന്മാരെ നിങ്ങൾ പോകുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത്. ഇല്ല, അങ്ങനെ പോയിട്ട് പ്രാർത്ഥിക്കുകയാണെന്ന് കരുതുക. അത് ഏതുപോലെയാണ്? ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാ, വെള്ളത്തിലേക്ക് കൈ നീട്ടിയ ഒരുത്തനെ പോലെ, വെള്ളത്തിലേക്ക് കൈ നീട്ടിയ ഒരുത്തനെ പോലെ. ലിയബുലുഗ ഫാഹു, എന്തേ? ഭയങ്കര ദാഹം, വെയിലത്തിങ്ങനെ നടന്ന്, കുറേ വെയിലത്ത് നടന്നിട്ട് വളരെ ദാഹമുണ്ട്. ആ ദാഹം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് കപ്പിൽ കൈയിട്ടു. ലിയബുലുഗ ഫാഹു, അത് വെള്ളം വായിലേക്ക് പോകാൻ വേണ്ടി. വമാഹുവ ബിബാലിഗിഹി, പക്ഷേ ഇങ്ങനെ കൈയിട്ടുകൊണ്ട് മാത്രം വെള്ളം വായിലേക്ക് എത്തുമോ? ഇല്ലല്ലോ, അതിങ്ങനെ കോരണം, ഇങ്ങനെ കുടിക്കണ്ടേ. ഇതുപോലെയാണ്, കൈ നീട്ടി പക്ഷേ വെള്ളം എടുത്ത് ഇങ്ങോട്ട് കുടിക്കുന്നില്ല, കൈ നീട്ടിയവനെ പോലെയാണ്. വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ, ഈ കാഫിരീങ്ങളായ ആളുകളുടെ ദുആ യൂസ്ലെസ്. ളലാൽ എന്ന് പറഞ്ഞാൽ യൂസ്ലെസ്. എന്താ യൂസ്ലെസ്? നേരത്തെ പറഞ്ഞ മൂന്ന് കാരണങ്ങൾ. ഒന്ന്, ഒരു സാധനം പോലും സൃഷ്ടിക്കാത്ത ആളുകളോടാണ് പോയിട്ട് ചോദിക്കുന്നത്. 2, ഒരു സാധനം പോലും അധീനപ്പെടുത്തിയിട്ടില്ലാത്ത ആളുകളുടെ അടുത്താണ് പോയിട്ട് ചോദിക്കുന്നത്. 3, ഉത്തരം നൽകാൻ കഴിയാത്ത ആളുകളുടെ അടുത്താണ് പോയിട്ട് ചോദിക്കുന്നത്. വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് ഇതാണ്. പ്രാർത്ഥനയ്ക്ക് അർഹൻ ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹു മാത്രമേ ഉള്ളൂ. ധനികനും ദരിദ്രരും മനസ്സിലാക്കേണ്ടുന്ന രണ്ടാമത്തെ യാഥാർത്ഥ്യം. എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്നില്ല? ഉത്തരം കാണുന്നില്ല. അതിനുള്ള ഉത്തരം ഇതിൽ നിന്ന് കിട്ടും ഇൻഷാ അല്ലാഹ്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് രാത്രി പോയിട്ട് ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ ഇന്ന് രാത്രി ഉത്തരം നിങ്ങൾക്ക് കാണാൻ കഴിയും. വല്ലാഹി സുമ്മ വല്ലാഹി അൽഫമറ വല്ലാഹി, ഞാൻ അടിയുറപ്പിച്ച് പറയുന്നു, ഉത്തരം കണ്ടവനാണ് ഞാൻ. ഉത്തരം കണ്ണിൽ കണ്ടവനാണ്. എനിക്കത് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഒരുപാട് ആളുകൾ എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഇന്ന് രാത്രി നിങ്ങൾ പോയിട്ട്, ടെസ്റ്റിംഗ് അല്ലേ, പരീക്ഷണമല്ല, നമ്മളെ വായിന്ന് വരിക അതാണ്. ഇന്ന് രാത്രി പോയിട്ട് നിങ്ങൾ പരീക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് പരീക്ഷിക്കാൻ പാടില്ല. അത് പറയും ഇൻഷാ അല്ലാഹ്, ഇതിൻ്റെയുള്ള വഴിയിലൂടെ ഇത് വരും. പരീക്ഷണമല്ല, ഇന്ന് രാത്രി ജീവിതത്തിൽ പകർത്തിയാൽ ഇന്ന് രാത്രി നിങ്ങളത് കാണും. അത്രയേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ കാര്യം അത്രയേ ഉള്ളൂ. ധനികരും ദരിദ്രരും ഈ ലോകത്തുള്ള മനുഷ്യന്മാർ മുഴുവനും, കുറേ ധനികരും കുറേ ദരിദ്രരും ഉണ്ടല്ലോ, ഇല്ലേ? മുഴുവൻ മനുഷ്യന്മാരെടുത്തു കഴിഞ്ഞാൽ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട് കുറേ ദരിദ്രരായ ആളുകൾ, കുറേ ധനികരായ ആളുകൾ. പക്ഷേ
അള്ളാഹുവിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ധനികനേ ഉള്ളൂ, ബാക്കിയൊക്കെ ദരിദ്രരാണ്. ഒരൊറ്റ ധനികനേ ഉള്ളൂ, ബാക്കി മുഴുവൻ ദരിദ്രരാണ്. ആരാണ്? യാ അയ്യുഹന്നാസ്, നാസ് എന്ന പരിധിയിൽപ്പെട്ട ആരൊക്കെയുണ്ടോ അവർ. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ. അതിലാരൊക്കെ പെടും? രാജാക്കന്മാർ, പ്രധാനമന്ത്രിമാർ, പട്ടാളക്കാർ, മന്ത്രിമാർ, കൂലിവേലയെടുക്കുന്ന ആളുകൾ, അട്ടപ്പാടിയിൽ പട്ടിണി ആയി കിടക്കുന്ന ആളുകൾ ഒക്കെ പെടും. അൻതും, നിങ്ങൾ മനുഷ്യരാണോ? 2 കണ്ണും 1 മൂക്കും 2 ചെവിയും 2 കൈയും 2 കാലും ഒക്കെ ഉള്ള മനുഷ്യരൂപത്തിലുള്ള ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണ് എങ്കിൽ അൻതും, നിങ്ങൾ അൽ ഫുഖറാ, ദരിദ്രരാണ്. നിങ്ങൾ ദരിദ്രരാണ്, വല്ലാഹി നിങ്ങൾ ദരിദ്രരാണ്. നിങ്ങൾക്ക് ഈ ഭൂമി മുഴുവൻ മൂടാനുള്ള സ്വർണമുണ്ട് എങ്കിലും പണമുണ്ട് എങ്കിലും അൻതുമുൽ ഫുഖറാ. ഒരു ശാന്തി വരുന്നുണ്ടോ ഹൃദയത്തിലേക്ക് അത് കേൾക്കുമ്പോൾ? അൻതുമുൽ ഫുഖറാ, നിങ്ങൾ ദരിദ്രരാണ്. ആരോട്? എനിക്ക് ഇയാളോടാണോ ദാരിദ്ര്യം? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോടാണോ ദാരിദ്ര്യം? അല്ല, ഇലല്ലാ, അള്ളാഹുവിലേക്ക്. നിങ്ങൾ മുഴുവൻ അള്ളാഹുവിലേക്ക് ദരിദ്രരാണ്. പിന്നെ ആരപ്പോൾ പണക്കാരനായിട്ടുള്ളത്? വല്ലാഹു ഹുവൽ ഗനി. ഗനി ആരാണ്? അള്ളാഹു എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലായോ? അർത്ഥം മനസ്സിലായോ? ധനികനും ദരിദ്രരും പറയാൻ കാരണം എന്താ? നമ്മൾ ആരടുത്ത് പോയിട്ട് ഹെൽപ്പ് ചോദിക്കുക? ധനികൻ്റെ അടുത്ത്, അല്ലേ? മനുഷ്യന്മാർ തമ്മിൽ പരസ്പരം ഒരു ഹെൽപ്പ് ചോദിക്കില്ല. മനുഷ്യന്മാർക്ക് അനുവദനീയമായിട്ടുള്ള ഹെൽപ്പുകൾ അതാരോടാ ചോദിക്കുക? ധനികനോടല്ലേ ചോദിക്കുള്ളൂ. എന്നാൽ അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനി. സത്യത്തിൽ പരിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഇറക്കുമ്പോൾ എന്തോ ഒരു ശാന്തമായിരിക്കും ഹൃദയം. അനുഭൂതി ഇങ്ങനെ വരാൻ തുടങ്ങും. ഒരു ടെൻഷനൊക്കെ ആവിയായിട്ട് പോകുന്നത് കാണാൻ കഴിയും. ടെൻഷനൊക്കെ ആവിയായിട്ട് പോകും, ചും എന്ന് പറഞ്ഞിട്ട് പോകും. അതാണ് ധനികനും ദരിദ്രരും. ഈ ദരിദ്രരുടെ കൂട്ടത്തിൽ ലോകത്ത് വന്നിട്ടുള്ള ഏറ്റവും വലിയ പണക്കാരൻ എന്ന് നമ്മൾ അറിഞ്ഞിട്ടുള്ള ഖാറൂൻ അടക്കം അതിൽ പെടും. ഖാറൂൻ എന്ന മനുഷ്യനടക്കം ഈ ദരിദ്രരിൽ പെടും. കാരണം അയാൾ മനുഷ്യനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. ഞാൻ അടുത്തുണ്ട്, എന്നോട് ചോദിക്കൂ. 3-ാമത്തേത്, നമ്മുടെ നാട്ടിൽ ഒരു വലിയ ഒരു പണക്കാരനുണ്ട് എന്ന് കരുതുക. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഒരു വലിയ പണക്കാരൻ, ചിലപ്പോൾ നിങ്ങൾ വലിയ പണക്കാരനായിരിക്കും കേട്ടോ, ഉണ്ട് എന്ന് കരുതുക. ഇപ്പം തൽക്കാലം അങ്ങനെ കരുതുക. നിങ്ങളൊരു പാവപ്പെട്ടവനാണെന്നും കരുതുക. നിങ്ങളുടെ വീട്ടിൽ ഒരാവശ്യം നടക്കുന്നുണ്ട്. മകളുടെ കല്യാണമോ അല്ലെങ്കിൽ വേറെ എന്തോ ഒരാവശ്യം നിങ്ങളുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരാവശ്യം, അല്ലെങ്കിൽ ആർക്കോ എന്തോ അസുഖമുണ്ട്, വലിയ ചികിത്സ ഒക്കെ വേണ്ടി വരും. ആ പണക്കാരനായ മനുഷ്യൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു. വലിയ പണക്കാരനാണേ, വമ്പൻ പണക്കാരനാണ്, വാരിക്കോരി കൊടുക്കുന്നവനാണ്. ആ മനുഷ്യൻ വന്നിട്ട് നിങ്ങളുടെ തോള് തട്ടിയിട്ട് പറയാണ്, അബ്ദുൽ ഗഫൂർ പേടിക്കണ്ട കേട്ടോ, ഞാൻ എന്താ എൻ്റെ വീട് ഇപ്പുറത്താണ്, എന്താവശ്യം ഉണ്ടെങ്കിലും നീ ഒരാളങ്ങോട്ട് പറഞ്ഞയച്ചാൽ മതി, ഞാൻ തരാം. എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ, നിനക്ക് എന്താണ് ചികിത്സക്ക് വേണ്ടത് അല്ലെങ്കിൽ എന്താണ് നിൻ്റെ ആവശ്യത്തിന് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ തരാം എന്നൊരാൾ വന്ന് പറഞ്ഞു എന്ന് കരുതാം. എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു വലിയ പ്രയാസം വന്നു, വലിയ ബുദ്ധിമുട്ട് വന്നു, അല്ലെങ്കിൽ ചെറുതാകട്ടെ, ഞാൻ അയാളുടെ അടുത്തേക്ക് പോകുന്നില്ല എങ്കിൽ 2 സംഗതികളെ അവിടെ ഉണ്ടാവുള്ളൂ. 2 സംഗതികൾ. എന്തായിരിക്കും അത്? ഞാൻ അയാളുടെ അടുത്തേക്ക് പോകണില്ല എങ്കിൽ ഞാൻ അഹങ്കാരിയാണ്, അല്ലേ? ആലോചിച്ച് നോക്കുക, അല്ലേ? ഞാൻ അയാളുടെ അടുത്തേക്ക് പോകണേ, എനിക്ക് അയാളുടെ ഹെൽപ്പൊന്നും വേണ്ടപ്പാ, അയാളുടെ അത് കിട്ടിയിട്ട് വേണമെങ്കിൽ, അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. 2-ാമത്തേത്, അയാളെനിക്ക് വിശ്വാസമില്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല അയാൾ, ചിലപ്പോൾ അയാൾ വെറുതെ പറയുന്നതായിരിക്കും, അല്ലേ? എന്നാൽ വലില്ലാഹിൽ മസലുൽ അഅല, ഏത് ഉദാഹരണം പറഞ്ഞാലും അള്ളാഹു അതിനേക്കാളൊക്കെ മീതെയാണ്. അള്ളാഹു തആല പറയാണ്, വഇദാ സഅലക ഇബാദി, റസൂലേ ഞാൻ സംസാരിക്കുന്നത് താങ്കളോടാണ്, അല്ലേ? വഹി നൽകുന്നത് അബൂബക്കറിനോ ഉമറിനോ ഉസ്മാനിനോ അലിക്കോ അബൂ തൽഹത്തുൽ അൻസാരിക്കോ അങ്ങനെയുള്ള ഒരൊറ്റ സഹാബിമാർക്കും ഞാൻ വഹി നൽകണില്ല. വഹി ആർക്കാണ് നൽകണത്?
നിനക്കാണ്. വ ഇദാ സഅലക്, അതിനാൽ എൻ്റെ അടിമകൾ നിന്നോട് വന്നിട്ട് ചോദിക്കും. എന്ത്? അന്നീ, എന്നെക്കുറിച്ച് ചോദിക്കും. അപ്പോൾ ഫകുൽ, ആണോ? ഫകുൽ അല്ലല്ലോ. എന്നാ വേറെ നോക്ക്. യസ്അലൂനക അനിൽ അഹില്ല, ഈ ഹിലാലിനെ കുറിച്ച് മേലെയുള്ള ചന്ദ്രക്കല ഇങ്ങനെ മാറി 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 വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ദുൽഖഅദായി, കഴിഞ്ഞ മാസം ശവ്വാലായിരുന്നു അല്ലേ? അങ്ങനെ മാറി വരുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ച് താങ്കളോട് അവർ ചോദിക്കും. കുൽ ഹിയ മവാഖീതു ലിന്നാസ് വൽ ഹജ്ജ്, അത് ജനങ്ങൾ സമയം കണക്കാക്കാൻ വേണ്ടിയിട്ടും ഹജ്ജിനുള്ളതാണെന്ന് പറഞ്ഞു കൊടുക്കുക. യസ്അലൂനക അനിൽ മഹീദ്, സ്ത്രീകൾക്ക് ഇങ്ങനെ മാസം ആർത്തവം വരുന്നുണ്ട്, അതിനെക്കുറിച്ച് താങ്കളോട് അവർ വന്നിട്ട് ചോദിക്കും. കുൽ ഹുവ അദൻ, പറയ് അത് ഉപദ്രവമാണ്. ഫഅ്തസിലുൻ നിസാ, നിങ്ങൾ സ്ത്രീകളെ വിട്ടു നിൽക്കണം. ഇവിടെ വ ഇദാ സഅലക ഇബാദി, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഫകുൽ എന്ന് പോലും അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. ഞാൻ എന്താ കുൽ എന്ന് പറഞ്ഞ അർത്ഥം? നീ പറഞ്ഞു കൊടുക്ക് ഇങ്ങനെയാണെന്ന്. നീ പറഞ്ഞു കൊടുക്കണ്ട. ഫഇന്നി ഖരീബ്, അള്ള തന്നെ നേരിട്ടിട്ട് പറയണം. ഇതാണ് ഇതിലത്തെ ഹിക്മത്ത് പണ്ഡിതന്മാർ പറയുന്നത്. ഈ ആയത്തിൻ്റെ ഘടനയിലെ ഹിക്മത്ത് പണ്ഡിതന്മാർ പറഞ്ഞ അങ്ങനെയാണ്. അതായത് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ അടിമകൾ നിന്നോട് ചോദിച്ചാൽ നീ പറയുന്നു പോലും പറഞ്ഞില്ല, അവിടെയും ഒരു മധ്യവർത്തി പറഞ്ഞില്ല. അള്ള തന്നെ നേരിട്ട് പറയാണ് ഫഇന്നി ഖരീബ്, ഞാൻ വളരെ അടുത്തവനാണ്. വളരെ അടുത്തവനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് മുഴുവൻ നോക്കും, അതുകൊണ്ട് അനങ്ങരുത്, മിണ്ടരുത്, നോക്കരുത്, കാണരുത് എന്നാണോ ആ പറഞ്ഞതിൻ്റെ അർത്ഥം? അത് വിശദീകരിക്കുന്ന അടുത്തതിൽ ഉജീബു ദഅവതദ്ദാ, പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. അതാണ് അടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ വളരെ അടുത്താണ്, ഞാൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. ഇദാ ദഅാൻ, അവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ. അവിടെയാണ് നമ്മുടെ പ്രശ്നമുള്ളത്. ഇദാ ദഅാൻ, ദഅവത്ത് ദുആ, അവിടെയാണ് പ്രശ്നം. ഈ ആയത്തനുസരിച്ചാണെങ്കിൽ നമ്മളൊക്കെ കുറേ പ്രാർത്ഥിച്ചിട്ടില്ലേ? എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടിയവർ ഒന്ന് കൈപൊക്ക് എന്ന് പറഞ്ഞാൽ കൈപൊക്കും ആരെങ്കിലും? എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടിയവർ. ഞാൻ ജീവിതത്തിൽ ഒരു 500 500ഉം എൻ്റെ കൺമുന്നിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമോ? 500 അല്ല 5000 പ്രാർത്ഥിച്ചിട്ടില്ല നമ്മൾ. എന്തേ കാരണം? ഇദാ ദഅാൻ, അള്ളാഹ് പറയുന്നത് എന്താണ്? എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം നൽകും. കാരണം ഫഇന്നി ഖരീബുൻ, ഞാൻ വളരെ അടുത്താണ്. അതിനാൽ ഫൽയസ്തജീബൂലി, അവരെനിക്ക് ഉത്തരം നൽകട്ടെ. വൽയുഅ്മിനൂ ബി, എന്നെ വിശ്വസിക്കട്ടെ. ലഅല്ലഹും യർഷുദൂൻ, യഥാർത്ഥ പാതയിലൂടെ അവർ നയിക്കപ്പെടും. ഇവിടെയാണ് വിഷയം. എങ്ങനെ ചോദിക്കണം? മനസ്സിലായി. ആരോട് ചോദിച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ. വേറെ ഏതെങ്കിലും മനുഷ്യനോടോ ജിന്നിനോടോ അല്ലെങ്കിൽ മലക്കിനോടോ മൃഗത്തോടോ പക്ഷിയോടോ ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല എന്നുള്ള കാര്യം ബോധ്യമാണ്. അല്ലാഹു തആല വ്യക്തമാക്കി തന്നതാണ്. അപ്പോൾ പിന്നെ എങ്ങനെ ചോദിക്കണം? അള്ളാഹിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. എങ്ങനെ ചോദിക്കണം? അത് ആണ് അടുത്ത വിഷയം. അതിലൊന്നാമത്തേത് അള്ളാഹുവിനോട് മാത്രം ചോദിക്കണം. ആ മാത്രം എന്നുള്ളതിൻ്റെ താഴെ ഒരു 200 അടിവര ഉണ്ട് കേട്ടോ. കാരണം നമ്മളൊന്നും ചോദിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമല്ല. ഞാൻ തെളിയിച്ചു തരാം. അള്ളാഹുവിനോട് മാത്രമല്ല, നമ്മൾ വേറെ പല ആളുകളോടും നമ്മൾ ചോദിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഹൃദയത്തിലേക്കാണ് ആര് നോക്കുക? അള്ളാഹു നോക്കുക. ഞാൻ തുടക്കത്തിൽ പറയാൻ കാരണം അതാണ്. ഇതൊരു അത്ഭുത പ്രതിഭാസമാണ്. ഏത്? ഈ ഹൃദയം. ഇത് നന്നായാൽ നമ്മുടെ ശരീരം നന്നാവും. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. ഇവിടുത്തെ പ്രശ്നമാണ് നമ്മുടെ ദുആയുടെ പ്രശ്നം. അതല്ലാതെ ദുആയുടെ നീട്ടം, വലുപ്പം, ഒച്ച, അതിൻ്റെ മുഴക്കം, അതിൻ്റെ ബാസ്, അതൊന്നല്ല ഇവിടുത്തെ പ്രശ്നമാണ്. അതുകൊണ്ട് അവനോട് മാത്രമാണ് ചോദിക്കേണ്ടത്. നമ്മൾ അള്ളാഹുവെ നിന്നോട് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ എന്ന് വായ കൊണ്ട് 200 തവണ പറഞ്ഞാലും ഹൃദയം വേറെ എവിടെയെങ്കിലും ഒടുക്കി കിടക്കുകയാണെങ്കിൽ പ്രശ്നമാണ്.
ആ പ്രാർത്ഥന പൊന്തില്ല, ഈ ഭൂമിയിൽ നിന്ന് മേലേക്ക് പോവില്ല. അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ജീവൻ വേണം. അവനോട് മാത്രം ചോദിക്കണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ വളരെ ഖണ്ഡിതമായ ആയത്താണ്. ഇയ്യാക നഅ്ബുദു, റബ്ബേ നിന്നോട് മാത്രമേ ഞങ്ങൾ, നിന്നെ മാത്രമേ ഇബാദത്ത് ചെയ്യൂ. വ ഇയ്യാക നസ്തഈൻ, സഹായം അർത്ഥിക്കൽ നിന്നോട് മാത്രമേ ഉള്ളൂ, നിന്നോട് മാത്രമേ സഹായം അർത്ഥിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയം അത് നിന്നിൽ മാത്രമായിരിക്കും. ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടി വിശദമായ രൂപത്തിൽ വിശദീകരിക്കും. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. വഖാല റബ്ബുക്കും, നിങ്ങളുടെയൊക്കെ, അതായത് ഏതാ നിങ്ങൾ, ആരാ നിങ്ങൾ? ഈ നിങ്ങൾ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു. എന്ത്? ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുവിൻ. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അല്ലാഹ് എന്നാണോ പറയോ? പറയേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ട് പിന്നെ തരാതിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ, അല്ലാഹ് തരും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ ഇബാദത്ത് ചെയ്യാതെ അഹങ്കാരം കാണിക്കുന്നവൻ. എന്താ അഹങ്കാരം കാണിക്കുക? നേരത്തെ ഒരാളുടെ ഉദാഹരണം പറഞ്ഞില്ലേ, ഒരാൾ വന്നിട്ട് പറഞ്ഞു എന്ത് വേണമെങ്കിൽ ചോദിച്ചു, ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു, എന്നിട്ട് പോണില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ അഹങ്കാരിയാണ്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ ഇബാദത്ത് ചെയ്യാതെ അഹങ്കാരം നടിക്കുന്ന ആളുകൾ, അഹങ്കാരം കാണിക്കുന്ന ആളുകൾ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യരായിക്കൊണ്ട് നരകത്തിലേക്ക് അവർ പ്രവേശിപ്പിക്കപ്പെടും. അല്ലാഹു തആല നാം ഏവരെയും ആ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ. ഉദാഹരണം, ഇതിനും ഉദാഹരണം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ദറബല്ലാഹു മസല, അല്ലാഹു തആല ഒരു ഉദാഹരണം പറയാണ്. ഒന്ന് അബ്ദൻ മംലൂക, ശ്രദ്ധിച്ച് കേട്ടോ, അബ്ദൻ മംലൂക. ഈ രൂപത്തിൽ ഒരു മനുഷ്യനോട് നമ്മൾ വിശദീകരിച്ചു കൊടുത്താൽ അവൻ ജീവിതത്തിൽ തല നിലത്ത് കുത്തി വീണ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും അവൻ ഒരാളോടും സഹായം ചോദിക്കില്ല, അള്ളാഹുവിനോടല്ലാതെ. അബ്ദൻ മംലൂക, ഒരു അടിമ. അബ്ദ് എന്ന് പറഞ്ഞാൽ അടിമ, മംലൂക്ക് എന്ന് പറഞ്ഞാൽ അധീനമാക്കപ്പെട്ട, അതായത് ഏതോ ഒരാളുടെ ഉടമസ്ഥതയിലുള്ള ഒരു അടിമയാണ്. അടിമയുടെ പ്രത്യേകത അറിയാലോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ പോയിട്ട് ഒരു അടിമയുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുമോ? ഇല്ല. ദറബല്ലാഹു മസലൻ അബ്ദൻ മംലൂക. ഇനി ആ അടിമയ്ക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. ലാ യഖ്ദിറു അലാ ഷൈ, ഒരു സാധനവും അയാൾക്ക് ചെയ്യാൻ കഴിയില്ല, ഒരു സാധനവും. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു നാട്ടിലേക്ക് പോവുകയാണ്, വലിയ ഒരു പ്രയാസത്തിലാണ് നിങ്ങൾക്ക് കുറച്ച് സമ്പത്തിൻ്റെ ആവശ്യമുണ്ട്. സമ്പത്താണല്ലോ മനുഷ്യന്മാരെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയിൽ ചോദിക്കുന്ന ഒരു സാധനം. അതുകൊണ്ടാണ് സമ്പത്തെടുത്ത് പറയുന്നത്. അതേപോലെ രോഗത്തിലേക്ക് വരാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങളൊരു നാട്ടിലേക്ക് പോവുകയാണ്, നിങ്ങൾക്ക് അവിടെ നിന്ന് കുറച്ച് സമ്പത്ത് കിട്ടണം. അപ്പോൾ നിങ്ങൾ കണ്ടു, ആ നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത്, ഒരടിമ ഇരിക്കുന്നുണ്ട് അവിടെ, കറുത്ത ഒരടിമ, ചങ്ങലയിൽ ബന്ധനസ്ഥനായിട്ട്. അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയില്ല. ലാ യഖ്ദിറു അലാ ഷൈ. അയാളുടെ അടുത്ത് പോയിട്ട്, പൊന്നാരി ചങ്ങാതി, ഞാൻ വളരെ പ്രയാസത്തിലാണ്, മോളെ കല്യാണം 25 പവനാണ് ചോദിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമോ? ആരോട്? അടിമ, മംലൂക്ക്. ലാ യഖ്ദിറു അലാ ഷൈ, ഒന്നിനും കഴിയില്ല. വമൻ, രണ്ടാമത്തെ ഉദാഹരണം ഒന്നാണ്. രണ്ടാമത്തേത് വമൻ റസഖ്നാ